നോമ്പിന്റെ സ്നേഹച്ചൂടിൽ ജ്വലിക്കുന്ന എന്റെ പ്രിയ കൂട്ടുകാരെ, സ്നേഹനാഥനായ യേശുവിന്റെ മുൻപിൽ മുട്ടുകുത്തി നമുക്കൊരു സ്തുതി ചൊല്ലാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് ചിന്തിക്കാം. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും കർത്താവിന്റെ മക്കളാണ്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും നീതിയിലും കാത്തു പരിപാലിക്കുന്നത് എങ്ങനെയെന്ന് അറിയണം. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്ത് നമ്മൾ എത്ര തവണ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചു? അസഹന വഴിയിൽ 10-ാം സ്ഥലത്ത് ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ അവഹേളിക്കുന്നു. ആ സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, എന്റെ അടക്കമില്ലാത്ത വസ്ത്രധാരണത്തിലാണോ എന്റെ നാഥൻ ഇങ്ങനെ നഗ്നനായി നിൽക്കുന്നതെന്ന്. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ ബലി അർപ്പിക്കുവാനായി ദേവാലയത്തിലെത്തുമ്പോൾ പോലും അടക്കമില്ലാത്ത വസ്ത്രധാരണത്താൽ ഞങ്ങൾ അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം ഞങ്ങളെ വിളിച്ചതെന്നുള്ള വചനം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഈ ലോകത്തിൽ അടക്കമുള്ള വസ്ത്രധാരണത്താൽ അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.